ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആലിയ സബാ വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പെരുന്നാളാശംസകൾ. അപ്പോൾ എൻ്റെ വീട്ടിലെ കുഞ്ഞ് ഈദ് പ്രിപ്പറേഷൻസും ഞങ്ങളുടെ ഒരു ഈദ് സെലിബ്രേഷൻസുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. അതിനകത്ത് ഒരു അടിപൊളി മട്ടൻ ബിരിയാണിയുടെ റെസിപ്പി ഉണ്ട്, ഒരു സ്പെഷ്യൽ മട്ടൻ ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ കാണുന്ന കുഞ്ഞ് ബെലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാൽ ഞാൻ ലേറ്റസ്റ്റ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കൊറോണ ആയിട്ടുള്ള നമ്മുടെ രണ്ടാമത്തെ പെരുന്നാളാണിത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ സേഫായിട്ടിരുന്ന് ചെറിയ രീതിയിലെങ്കിലും ഇത് സെലിബ്രേറ്റ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക 1000 ഈദാശംസകൾ. നമുക്കിന്ന് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഞങ്ങളുടെ നാട്ടിലൊക്കെ സാധാരണ രാവിലെ ഇതിൻ്റെ ദിവസങ്ങളിൽ പത്തിരി ഇറച്ചിയും തേങ്ങാപ്പാലൊക്കെയാണ്. അപ്പം നമ്മുടെ വീട്ടിൽ അതൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ രാവിലെ സ്പെഷ്യലായിട്ട് അങ്ങനെ ഒന്നുമില്ലായിരുന്നു, ഇതൊക്കെ തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ബിരിയാണിയുടെ പണികളെല്ലാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ സ്പെഷ്യൽ മട്ടൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് ഞാൻ ഇതിൽ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് 20 പച്ചമുളക് ചതച്ചത്, വെളുത്തുള്ളി 1 കപ്പ് ചതച്ചത്, ഇഞ്ചി ചതച്ചത്, ഗരം മസാല, പിന്നെ ഒരു 4 വലിപ്പമുള്ള തക്കാളി അരിഞ്ഞത്, പിന്നെ ഒരു 100 ml തൈര് വേണം, പിന്നെ നമുക്ക് ഒരു 6 സവോള കട്ട് ചെയ്തത് വേണം. അപ്പോൾ ഞാൻ ഒരു വലിയ ഉരുളി എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 5 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യും സൺഫ്ലവർ ഓയിലും മിക്സ് ചെയ്തിട്ടാണ് ഒഴിക്കുന്നത്. അപ്പം അത് നമ്മുടെ സവോള ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു സ്പെഷ്യൽ ബിരിയാണിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിനകത്ത് അധികം മസാലകളൊന്നുമില്ല. നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ബിരിയാണിയുടെ മസാല തയ്യാറാക്കിയെടുക്കുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ ഉള്ളി വറുത്തെടുക്കാം. ഉള്ളി ഏകദേശം ഒരു പകുതി നന്നായിട്ട് വരണ്ട് വരുമ്പോഴേക്കും, പകുതി വേവാകുമ്പോഴേക്കും നമ്മൾ അതിലേക്കൊരു 5 ഏലക്ക പൊടിച്ചത് അല്ലെങ്കിൽ ചതച്ചോ ഇട്ട് കൊടുക്കണം. ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്താൽ മതി, അധികം കരിഞ്ഞു പോകരുത്. പിന്നെ നമ്മുടെ ഉള്ളി അതായത് നല്ല ഒരു മൂപ്പ് ആകാറായെന്ന് മനസ്സിലാകുന്ന സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം. അയ്യോ, ബിരിയാണിക്ക് പഞ്ചസാര ഇടുമോ എന്നൊന്നും ആരും വിചാരിക്കേണ്ട. ഇത് സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു വെറൈറ്റി ബിരിയാണിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് കണ്ടിട്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് നമ്മുടെ ഉള്ളി കോരാം. അധികം കരിയാൻ പാടില്ല. ഈ ഒരു യെല്ലോയിഷ് ഷെയ്ഡിലാവുമ്പോഴത്തേക്കും തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഉള്ളി കോരണം. ഇനി ഇത് ഒരു പരന്ന പാത്രത്തിൽ നിരത്തി ഇട്ട് കൊടുക്കണം, ഒന്ന് ആറാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നമുക്ക് 1 കിലോ മട്ടനാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ 1 കിലോ മട്ടനെ ഞാൻ കുക്കറിൽ വെച്ചിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ ഉള്ളി ഫ്രൈ ചെയ്ത് തന്നെ സവാള ഫ്രൈ ചെയ്ത ആ നെയ്യാണ് എടുക്കുന്നത്. അതിലേക്കൊരു 3 പട്ട, പിന്നെ 2-3 ഏലക്കയും ഗ്രാമ്പൂ ഇടണം. അപ്പോൾ ഇങ്ങനെ സ്കിപ്പായി പോയതാണ് ആ വീഡിയോ. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കഴുകി വൃത്തിയാക്കി വെച്ച മട്ടൻ ഇട്ട് കൊടുക്കാം. അത് നെയ്യിൽ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം, നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം ആദ്യം ഇടുമ്പം മട്ടൻ ഇങ്ങനെ അടുക്കി പിടിക്കുന്ന പോലൊരു ഫീൽ ഉണ്ടാവും. അത് കുഴപ്പമില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതങ്ങ് വിട്ട് വരും. എല്ലാം നന്നായി പിടിച്ച് വരുമ്പോഴത്തേക്കും അതങ്ങ് വിട്ട് വരും. എന്നിട്ട് നന്നായിട്ട് നെയ്യ് എല്ലാ രീതിയിലും പറ്റുന്ന പോലെ മട്ടൺ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ട് ആ വലിയ 4 തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. സ്ലൈസായിട്ട് അരിഞ്ഞ് വെച്ചതാണ്, ഇത് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ വലിപ്പമുള്ള 4 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ നിങ്ങൾ 5 എണ്ണം എടുക്കണം. കാരണം നമ്മളിതിൽ വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല. തക്കാളിയുടെയും തൈരിൻ്റെയും പിന്നെ ഈ
ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി ഇതിൻ്റെയൊക്കെ ഫ്ലേവറിലാണ് ഇത് വേവുന്നത്. ഇതിൻ്റെ ഒരു ഗ്രേവി തയ്യാറാക്കുന്നത്. ഇനി നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും രണ്ടും ചതച്ചതാണ്, അല്ലാതെ പേസ്റ്റ് ആക്കിയതല്ല. പിന്നെ പച്ചമുളക്, ഇത് ഞാൻ 20 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എൻ്റെ അധികം എരിവില്ലാത്തതാണ്, ഞാൻ 20 തന്നെ എടുത്തു. നല്ല എരിവുള്ളതൊക്കെയാണ് ഒരു 15-16 എണ്ണമൊക്കെ മതിയായിരിക്കും. ഞാൻ 20 പച്ചമുളകാണ് എടുത്തത്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മട്ടൺ ഇട്ടപ്പോൾ ഞാൻ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നന്നായിട്ട് മട്ടണിൽ നിന്ന് വെള്ളം ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. മട്ടൻ്റെ വെള്ളം നോക്കിയിട്ട് വേവാനുള്ള വെള്ളം അതിലുണ്ടെങ്കിൽ പിന്നെ എക്സ്ട്രാ ഒഴിക്കേണ്ട കാര്യമില്ല. എനിക്ക് നല്ലപോലെ വെള്ളം തിളച്ച് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഉപ്പ് പാകത്തിന് ഇട്ടതിന് ശേഷം ഞാൻ 100 ml തൈര് അത് ഞാൻ മിക്സിയിലെ ബ്ലെൻഡറിലിട്ട് ഒന്ന് പൾസ് ചെയ്തിട്ടെടുത്തതാണ്, ഒരു ക്രീമി പോലെ. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിലേക്ക്. ഇനി ഇത് നല്ലൊരു തിള വന്നതിന് ശേഷം നമുക്കിതിനെ മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 45 മിനിറ്റാണ് മട്ടൺ കുക്ക് ചെയ്യാൻ വെക്കേണ്ട ടൈം. കറക്റ്റ് 45 മിനിറ്റ് തന്നെ വെക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോൾ ഇനി നമുക്കിത് മൂടി വെക്കാം. നല്ലൊരു തിള വന്നതിന് ശേഷം ഞാനിത് ഒന്ന് മൂടി വെക്കുകയാണ്. 45 മിനിറ്റിന് ശേഷം എനിക്ക് തുറക്കത്തുള്ളൂ. കുക്കറിൻ്റെ വിസിലിട്ടിട്ട് നമുക്കത് 45 മിനിറ്റിന് ശേഷം ഇനി 45 മിനിറ്റ് കുക്ക് ചെയ്യുക. എന്നിട്ട് 15 മിനിറ്റിന് ശേഷം തുറക്കാവൂ. അപ്പോൾ ഞാൻ ആ സമയത്തിനുള്ളിൽ ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. അതിനെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരി കുക്ക് ചെയ്തെടുക്കാം. അതിലേക്ക് ഞാൻ 2-3 ബേ ലീഫും പട്ടയും ഗ്രാമ്പും ഏലക്കയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ, റൈസ് കുക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ മസാലയാണ് സ്പെഷ്യലെന്ന് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് അല്ലാതെ നമ്മളുടെ പൊടികളൊന്നും തന്നെ ചേർക്കുന്നില്ല. ഇത്രയും ഈ ചേർത്ത ഇൻഗ്രീഡിയൻസും കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും മാത്രമേ ഇതിൽ ഇനി എക്സ്ട്രാ വരുന്നുള്ളൂ. അപ്പോൾ ഈ റൈസ് ഒന്ന് വേവട്ടെ. അപ്പോൾ ഈ റൈസ് നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ എടുക്കണില്ല, കുഴഞ്ഞു പോകും. ഒരു 85-90% ഒക്കെ ഒന്ന് വെന്താൽ മതി. ബാക്കി ദമ്മിലിരുന്നത് വെന്തോളൂ. അപ്പം എൻ്റെ റൈസ് ഇപ്പോൾ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഞാനപ്പോൾ അത് സ്ട്രെയിൻ ചെയ്തെടുക്കുകയാണ്. എൻ്റെ റൈസ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ റൈസ് വെച്ച് അതേ പോട്ടിൽ തന്നെ നമ്മുടെ മട്ടൻ്റെ മസാല ഇട്ട് കൊടുക്കാം. ഇപ്പം നിങ്ങൾ ഇതിനകത്ത് ഭയങ്കരമായിട്ട് ഗ്രേവി വന്നിട്ടുണ്ടല്ലോ, വെള്ളം ഉണ്ടല്ലോ, പക്ഷേ ഇത്രയും വെള്ളം വേണം. ഇത് ഇത്രയും തന്നെയാണ് കറക്റ്റ് അളവ്. ഈ വെള്ളത്തിൽ ഇത് 15 മിനിറ്റ് നമ്മളിപ്പോൾ ഇതിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കും. മട്ടനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ നമ്മൾ ആദ്യം വറുത്ത് ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുള്ള ആ സവോളയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമ്മൾ കുക്ക് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ റൈസ് ദമ്മിനിടുന്നത്. പിന്നെ നമ്മൾ മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് ഒരു 15 മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ച് ഇതിനെ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഒരു നാരങ്ങയുടെ നീര് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഗ്രേവിയോട് കൂടി തന്നെ വേണം ദമ്മിലിടാൻ. കാരണം നമ്മളൊരു 30 മിനിറ്റ് ദമ്മ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഈ ഒരു പരുവത്തിൽ ഞാൻ സവോളയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സവോളയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ സവോള മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ റൈസിനിടാൻ വേണ്ടിയിട്ട് വേറെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ ബാച്ച് ഫ്രൈ ചെയ്തത് മൊത്തം ഞാൻ ഈ ഗ്രേവിയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. സവാള കരിയാൻ പാടില്ല, കരിഞ്ഞാൽ ഗ്രേവിയുടെ ടേസ്റ്റ് അങ്ങ് പോകും. അപ്പോൾ ഈ സവാള ഫുള്ള് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഗ്രേവിയുടെ ഇൻഗ്രീഡിയൻസ്. ഇതിൽ നമ്മൾ അല്ലാതെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകം അങ്ങനെയുള്ള ഒന്നും ചേർക്കുന്നില്ല, മല്ലിപ്പൊടി ഒന്നും. ഈ വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, തൈര് ഇതിലാണ് ഇതിൻ്റെ ഗ്രേവി തയ്യാറാക്കി എടുക്കുന്നത്. പച്ചമുളക് അതിൻ്റെ ഒരു ഫ്ലേവറിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. ഇത് നന്നായി മിക്സ് ചെയ്ത് ഇപ്പോൾ കുറച്ച് വെള്ളമൊക്കെ വലിഞ്ഞിട്ടുണ്ട്, എന്നാലും അതിൽ കുറച്ച് വെള്ളമുണ്ട്. ആ വെള്ളത്തോടെ വേണം നമ്മളിനി ചാറോട് കൂടി വേണം ഇനി നമ്മൾ റൈസ് ഇടാൻ. എന്നിട്ടിത് 30 മിനിറ്റ് നേരം ദമ്മ് വെക്കണം. നമ്മുടെ റൈസ് ഇനി ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ 2 ലെയറായിട്ടാണ് ദമ്മിടുന്നത്. അപ്പോൾ റൈസ് ഇട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗരം മസാല റൈസിൻ്റെ മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി, പിന്നെ ആവശ്യത്തിന് നെയ്യ് കൂടി ഒഴിച്ച് കൊടുക്കുക മുകളിലായിട്ട്. ഇതിലേക്ക് കുറച്ച് ഗരം മസാല മുകളിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഞാൻ ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെക്കൻഡ് ലെയർ ഇടാം. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് റിച്ച് ആയിട്ടുള്ള ടോപ്പിംഗ് ആണ് ചെയ്യുന്നത്. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒനിയൻ, സവോള ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് നട്ട്സും കിസ്മിസും ഫ്രൈ ചെയ്ത് വെച്ചത്, മല്ലിയില, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കളറെന്ന് വെച്ചാൽ ഞാൻ ചേർത്തത് റോസ് വാട്ടറിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയതാണ്. ഞാൻ അത് ചേർത്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാനപ്പം ചെറിയൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കാണുന്ന ഒരു തവ വെച്ചിട്ടാണ് അതിൻ്റെ മുകളിൽ ഈ ബിരിയാണി പോട്ട് വെച്ചിട്ടാണ് ദം ചെയ്യുന്നത്. അപ്പം തവ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പ്രീ ഹീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലോട്ട് ഞാനൊരു ഓയിൽ വെച്ച് കവർ ചെയ്തിട്ടാണ് ഈ പോട്ട് എടുത്ത് വെക്കുന്നത്. ഇനി 30 മിനിറ്റ് കറക്റ്റ് ദമ്മ് വെച്ചതിന് ശേഷമേ നമ്മളിത് തുറക്കാവൂ. നമുക്ക് 30 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ദമ്മെല്ലാം കറക്റ്റ് ടൈമായി. 30 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കി. മാഷാ അല്ലാഹ് നല്ലതായിട്ട് വന്നിട്ടുണ്ട്, നല്ലൊരു മണമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ബിരിയാണിയുടെ റെസിപ്പി എനിക്ക് കിട്ടിയത് യൂട്യൂബിലുള്ള ഷമീം എന്ന് പറയുന്ന ഒരു ഇക്കയുടെ ചാനലിൽ നിന്നാണ്, ഷെഫ് ഷമീം എന്ന് പറയുന്നത്. അപ്പോൾ ഇക്ക അതിൽ ചെയ്ത അതേ റെസിപ്പി ഫോളോ ചെയ്തിട്ട് ചെയ്തതാണ്. പക്ഷേ റൈസ് മാത്രം എനിക്ക് ജീരകശാല കിട്ടിയില്ല, ബസ്മതി റൈസ് വെച്ചിട്ട് ചെയ്തത്. അപ്പം നല്ല ബിരിയാണിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ മസാലയൊക്കെ ഇട്ട് ചെയ്യുന്നതിനേക്കാളും ഒരു പടി മുന്നിലാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പം എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു. അപ്പം നിങ്ങളിതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണിത്, ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. പിന്നെ ഈ ബിരിയാണിയുടെ റെസിപ്പി അതേപോലെ തന്നെ ഫോളോ ചെയ്യുക. ഇതിനകത്ത് യാതൊരുവിധ മസാലകളും നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ എക്സ്ട്രാ ആയിട്ട് കളറൊന്ന് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു മഞ്ഞൾപ്പൊടി കലക്കി. അല്ലാതെ ഞാൻ കറക്റ്റ് അത് തന്നെ ഫോളോ ചെയ്ത് ഉണ്ടാക്കിയതാണ്. മാഷാ അല്ലാഹ് എല്ലാവർക്കും ഇഷ്ടമായിട്ട് നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഒരു വെറൈറ്റി മട്ടൻ ബിരിയാണി ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ വീട്ടിലെ ഇന്നത്തെ കുഞ്ഞ് ഈദ് വിശേഷങ്ങൾ. അപ്പോൾ ലഞ്ചിൻ്റെ ടൈമായപ്പം നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന ഇക്കയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ആളും ഉണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും ലഞ്ചൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു കുഞ്ഞ് ഡെസേർട്ട്, ഒരു സേമിയ പായസമാണ് ഡെസേർട്ടായിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൂടെയൊക്കെ കുടിച്ച് ഇങ്ങനെ നമ്മുടെ ഇതിൻ്റെ
പ്രിക്കോഷൻസൊക്കെ ഇതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഇന്നിപ്പോൾ ഞങ്ങളുടെ കുഞ്ഞ് ഈദ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്. എല്ലാവർക്കും ഒന്നുകൂടെ എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദാശംസകൾ.